0.2 ഇൻറ്റു 3 ഡെസിമൽ നമ്പറാണ് ഒരെണ്ണം സാധാരണ നേച്ചർ നമ്പറാണ്. ഇവർ തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം? ഇവിടെ കിടക്കുന്ന നമ്പേഴ്സ് ഏതാണ്? 2ഉം 3 ആണ്. സാധാരണ രീതിയിൽ 2ഉം 3ഉം തമ്മിൽ ആദ്യം മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. ഓക്കെ, ഇവിടെ കിടക്കുന്ന എല്ലാ ക്വസ്റ്റ്യനിലും നമ്പേഴ്സ് എന്ന് പറയുന്നത് 2ഉം 3 ആണ്. അപ്പം എല്ലാത്തിൻ്റെ ആൻസറിൽ 6 തന്നെയാണ് ആദ്യം വരിക. അതെല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യേണ്ട നമ്പർ എപ്പോഴും 3 ഇൻറ്റു 2 എന്നാണ് വരുന്നത്. അപ്പോൾ ആൻസറിൽ എപ്പോഴും 6 ഉണ്ടാവും. ചേഞ്ച് വരുന്നത് എന്തായിരിക്കും? പോയിന്റ് എവിടെ ഇടും, എത്ര സീറോ ആഡ് ചെയ്യണം, പോയിന്റിന് എത്ര പ്ലേസ് നീക്കണം, ഇതാണ് വ്യത്യാസം വരിക. ആദ്യത്തെ കേസ് നോക്കിയേ, പോയിന്റ് വന്നിരിക്കുന്നത് 0.02. എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്? 1 2 പ്ലേസ് കഴിഞ്ഞിട്ട്. ഇവിടെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് അതിനെ 0 എന്ന് വിചാരിക്കാം. അപ്പോൾ 2 + 0 2. അപ്പോൾ നമുക്ക് ആൻസറിൽ 2 പ്ലേസ് കഴിഞ്ഞിട്ട് വേണം പോയിന്റ്. ഓൾറെഡി ഒരു നമ്പറേ ഉള്ളൂ 2 പ്ലേസ് ആവാൻ. 1 2 എന്ന് പറയാൻ നമുക്ക് അവിടെ നമ്പറിൽ അപ്പോൾ 0 ആഡ് ചെയ്തു, പോയിന്റ് ഇട്ടു. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ പോയിന്റ് ഇല്ല. അപ്പോൾ നമുക്ക് എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ്? 0 പ്ലേസ് കഴിഞ്ഞിട്ടാണ്, പോയിന്റ് ഇല്ല. ഇവിടെയോ 1 2 3 എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാ? 3 പ്ലേസ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 3 വരും. അപ്പോൾ നമ്മുടെ ആൻസർ 6 ആണ്. പക്ഷെ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്? 3 പ്ലേസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങോട്ടാണ്, ലെഫ്റ്റിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 1 2 3. ഓക്കെ, നെക്സ്റ്റ് 0.3 ഇൻറ്റു 0.2. അപ്പോൾ ഇവിടെ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ്? 2 പ്ലേസ് കഴിഞ്ഞിട്ട്. ഇവിടെ 1 പ്ലേസ് കഴിഞ്ഞിട്ട്. അപ്പോൾ 2 + 1 3. 3 വരുമ്പോൾ എന്താണ്? വീണ്ടും 1 2 3. ഇവിടെയാണ് പോയിന്റ് വരിക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ 2 പ്ലേസ് കഴിഞ്ഞിട്ട്, ഇവിടെ 2 പ്ലേസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആൻസറിൽ എത്ര പ്ലേസ് ആണ്? 4 പ്ലേസ് ആണ് വരിക അല്ലേ? അപ്പോൾ ഒരെണ്ണം ഓൾറെഡി 1 ഉണ്ട്, 2 3 4. ഇവിടെയാണ് പോയിന്റ് വരിക. ഓക്കെ, അടുത്തത് ഇവിടെ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ്? 3 പ്ലേസ്. ഇവിടെയോ പോയിന്റ് ഒന്നുമില്ല, അപ്പോൾ 0. അപ്പോൾ 3 ആണ് വരിക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു 1 പ്ലേസ് ഉണ്ട്, 2 3. മനസ്സിലായല്ലോ? അതിനാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എത്ര വരിക? എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയേ. എല്ലാവരും ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.